Dear friends, welcome to Electron College. So, നമ്മൾ ബൈനറി കോഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. ദ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ BCD കോഡ് ഡിസ്കഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് XS3 കോഡ്. So, XS3 കോഡ് ഇറ്റ് ഈസ് എ നോൺ വെയ്റ്റഡ് BCD കോഡ് ആൻഡ് സെൽഫ് കോംപ്ലിമെൻറ്റിംഗ് കോഡ് ആൻഡ് എ സീക്വൻഷ്യൽ കോഡ്. ഇപ്പോൾ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഡെസിമൽ ഡിജിറ്റ്സിൻ്റെ കറസ്പോണ്ടിങ് XS3 കോഡ്. അപ്പോൾ 0 ഡെസിമൽ ഡിജിറ്റ് 0യുടെ XS3 0011 ആൻഡ് അപ് ടു 9 വരെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ നോൺ വെയ്റ്റഡ് എന്ന് പറയുമ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ പൊസിഷൻസിന് ഫിക്സഡ് വെയ്റ്റ് അസൈൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ ഇറ്റ് ഈസ് BCD കോഡ് 8421 BCD കോഡ്സ്. അപ്പോൾ ഇവിടെ ഫിക്സഡ് വെയ്റ്റ്സ് അസൈൻഡ് ആണ്. ഇപ്പോൾ ഈ പൊസിഷൻ്റെ ഫിക്സഡ് വെയ്റ്റ് 1, ഈ പൊസിഷൻ്റെ ഫിക്സഡ് വെയ്റ്റ് 2, എക്സെട്ര. ദിസ് ഈസ് ഫോർ BCD കോഡ്. ഇപ്പോൾ XS3 കോഡിന് ഇങ്ങനെ വെയ്റ്റ് നമ്മൾ അസൈൻ ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് എ നോൺ വെയ്റ്റഡ് BCD കോഡ് ആൻഡ് സെൽഫ് കോംപ്ലിമെൻറ്റിംഗ്. സെൽഫ് കോംപ്ലിമെൻറ്റ് പറയുമ്പോൾ ദിസ് ഈ XS3 കോഡ് ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇത് രണ്ടും കോംപ്ലിമെൻറ്റ് ഓഫ് ഈച്ച് അതർ ആണ്. ഇത് രണ്ടും കോംപ്ലിമെൻറ്റ് ഓഫ് ഈച്ച് അതർ, ഇത് രണ്ടും കോംപ്ലിമെൻറ്റ് ഓഫ് ഈച്ച് അതർ, എക്സെട്ര. അതായത് XS3 കോഡ് ഫോർ ഡെസിമൽ ഡിജിറ്റ് 0 ഈസ് ദ കോംപ്ലിമെൻറ്റ് ഓഫ് ദി XS കോഡ് ഫോർ ഡെസിമൽ ഡിജിറ്റ് 9. അതുപോലെ XS3 കോഡ് ഓഫ് ഡെസിമൽ ഡിജിറ്റ് 1 ഈസ് ദ കോംപ്ലിമെൻറ്റ് ഓഫ് XS3 കോഡ് ഓഫ് ഡെസിമൽ ഡിജിറ്റ് 8. സോ അപ്പോൾ ഇതിനാണ് നമ്മൾ സെൽഫ് കോംപ്ലിമെൻറ്റിംഗ് കോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ സീക്വൻഷ്യൽ കോഡുമാണ്. സീക്വൻഷ്യൽ കോഡ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പ്രീവിയസ് വീഡിയോസിൽ. അതായത് ഈച്ച് സക്സീഡിങ് കോഡ് ഈസ് 1 ബിറ്റ് ഗ്രേറ്റർ ദാൻ ദ പ്രീവിയസ് 1. ഇപ്പോൾ ഇത് 0 ആണെങ്കിൽ ദ നെക്സ്റ്റ് ബിറ്റ് വിൽ ബി 1 ആൻഡ് ദ നെക്സ്റ്റ് ബിറ്റ് വിൽ ബി 2, നെക്സ്റ്റ് ബിറ്റ് വിൽ ബി 3. അതായത് +1 ഇറ്റ് വിൽ ബി ഈച്ച് സക്സീഡിങ് കോഡ് വിൽ ബി +1 ടൈംസ് ദാൻ ദ പ്രീവിയസ് കോഡ്. ആൻഡ് XS3 കോഡ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് നോക്കാം. So each XS3 code, it is the corresponding 8421 code plus 3. നോർമൽ BCD കോഡിൻ്റെ കൂടെ നമ്മൾ +3 ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ഡെസിമൽ ഡിജിറ്റ് 0 ഇതിൻ്റെ BCD കോഡ് അറിയാമല്ലോ. കറസ്പോണ്ടിങ് 8421 BCD കോഡ് എന്ന് പറയുന്നത് 0 ആണ്. സോ ദിസ് ഈസ് BCD കോഡ് 8421 BCD കോഡ്. ഇതിൻ്റെ കൂടെ +3 ആഡ് ചെയ്യാം. +3 അതായത് 0011. സോ യുൽ ഗെറ്റ് 0011 ആൻഡ് ദിസ് ഈസ് ദ XS3 കോഡ്. സോ എല്ലാ ഡിജിറ്റ്സിനും ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ നോർമൽ BCD കോഡിൻ്റെ കൂടെ +3 ആഡ് ചെയ്യുന്നു. അതാണ് ഈ ശരിക്കും XS3 എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ 9 ഡെസിമൽ ഡിജിറ്റ് 9ൻ്റെ BCD കോഡ് 1001. അപ്പോൾ 9 + 3 ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി 12. 9 + 3 12. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1100. സോ ദിസ് ഈസ് ദ XS3 കോഡ്. അപ്പോൾ XS3 കോഡ് ജനറേഷൻ വളരെ സിമ്പിളാണ്. നോർമൽ 8421 BCD കോഡിൻ്റെ കൂടെ +3 ചെയ്യണം. നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. ഫൈൻഡ് ദ XS3 റിപ്രസെൻറ്റേഷൻ ഓഫ് ദ ഡെസിമൽ വാല്യൂ 37 ഇൻ ഡെസിമൽ. ദിസ് ഈസ് ഡെസിമൽ. ഇതിൻ്റെ XS3 റിപ്രസെൻറ്റേഷൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓരോ ഡിജിറ്റിൻ്റെയും സെപ്പറേറ്റ് XS3 റിപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യണം. അപ്പോൾ 3. സോ 3യുടെ XS3 എന്ന് പറയുമ്പോൾ നോർമൽ BCD റിപ്രസെൻറ്റേഷൻ +3. അപ്പോൾ ശരിക്കും 3 + 3. സോ ദാറ്റ് വിൽ ബി 6. അപ്പോൾ ശരിക്കും ഇതിൻ്റെ XS കോഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 0110. അതായത് 6ൻ്റെ റിപ്രസെൻറ്റേഷൻ. അപ്പോൾ സിമിലർലി 7. അപ്പോൾ 7 അതിൻ്റെ XS3 കോഡാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ +3 ചെയ്യുക. +3 ചെയ്യുമ്പോൾ 7 + 3 ഇറ്റ് ഈസ് 10. സോ 10 എങ്ങനെ റിപ്രസെൻറ്റ് ചെയ്യുന്നത് 1010. സോ ദിസ് ഈസ് ദ XS3 കോഡ് ഫോർ 37. ഇത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം.
ഇപ്പോൾ 3യുടെ വാല്യൂ, 3യുടെ XS3 വാല്യൂ 0 1 1 0. ഇവിടെ ചെക്ക് ചെയ്യുക, ഡെസിമൽ ഡിജിറ്റ് 3, XS3 വാല്യൂ ഈസ് 0 1 1 0. അതുപോലെ 7, ഡെസിമൽ ഡിജിറ്റ് 7, അതിൻ്റെ XS3 വാല്യൂ 1 0 1 0 1 0 1 0. അപ്പോൾ അതുപോലെ 247, ഇതും ഡെസിമലാണ്, ഇതിൻ്റെ XS3 വാല്യൂ. അപ്പോൾ 2 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 2 + 3, നമുക്ക് വേണ്ടത് +3 ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് 5. സോ ഇറ്റ് ഈസ് 0 1 0 1 5, 5ൻ്റെ നോർമൽ റിപ്രസെൻറ്റേഷൻ. 4ൻ്റെ XS3 കോഡ് വേണമെങ്കിൽ 4 + 3, ദാറ്റ് ഈസ് 7, അതായത് 0 1 1 1. അപ്പോൾ അതുപോലെ ലാസ്റ്റ് ഡിജിറ്റ് 7ൻ്റെ XS3 വേണമെങ്കിൽ 7 + 3, ദാറ്റ് ഈസ് 10. സോ ഇറ്റ് ഈസ് 1 0 1 0 അല്ലേ, 10 1 0 1 0. സോ ദിസ് ഈസ് ദ XS3 കോഡ് റിപ്രസെൻറ്റേഷൻ ഓഫ് 247. XS3 അഡിഷൻ, XS3 കോഡ്സ് തമ്മിൽ ആഡ് ചെയ്യാനുള്ള പ്രോസസ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നോർമൽ ബൈനറി അഡിഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. ഗിവൺ നമ്പേഴ്സിനെ XS3യിൽ റിപ്രസെൻറ്റ് ചെയ്യുക, എന്നിട്ട് നോർമൽ ബൈനറി അഡിഷൻ എന്താണോ അതുപോലെ തന്നെ ആഡ് ചെയ്യുക. ആൻഡ് ഇഫ് ദർ ഈസ് നോ ക്യാരി ഔട്ട് ഫ്രം എനി ഗ്രൂപ്പ്, സബ്ട്രാക്ട് 0 0 1 1 ഫ്രം ദ സം ടേംസ്. ഒരു ഗ്രൂപ്പിൽ നിന്നും ക്യാരി ഔട്ട് ഒന്നും ജനറേറ്റ് ആവുന്നില്ലെങ്കിൽ 0 0 1 1, അതായത് 3 ആ സം ടേമിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുക. ഇഫ് ദർ ഈസ് എ ക്യാരി ഔട്ട്, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിന്നും ക്യാരി ഔട്ട് ജനറേറ്റ് ആവുകയാണെങ്കിൽ അവിടെ 0 0 1 1, അതായത് 3 അവിടെ ആഡ് ചെയ്യുക. അപ്പോൾ ഈ കറക്ഷൻ ചെയ്യണം. XS3 നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ കറക്ഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ 37 + 28, ഫൈൻഡ് 37 + 28 ഇൻ XS3 കോഡ്. അപ്പോൾ ആദ്യം ഈ രണ്ട് നമ്പേഴ്സിനെയും XS3 റിപ്രസെൻറ്റേഷനിൽ റിപ്രസെൻറ്റ് ചെയ്യാം. 37 + 28. ഇപ്പോൾ 37 അതിൻ്റെ XS3 റിപ്രസെൻറ്റേഷൻ 0 1 1 0 1 0 1 0. കാരണം 3യുടെ XS3 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് അതിൻ്റെ കൂടെ +3 ആഡ് ചെയ്യുക. 3 + 3 6, അതാണ് ഈ റിപ്രസെൻറ്റേഷൻ. 3 + 3 6. 7 ആണെങ്കിൽ 7 + 3 10 ആണ്. സോ ദാറ്റ് ഈസ് ദിസ് റിപ്രസെൻറ്റേഷൻ 1 0 1 0. അപ്പോൾ അതുപോലെ 28 XS3 റിപ്രസെൻറ്റേഷൻ ഈസ് 0 1 0 1 1 0 1 1. 8 എന്ന് പറയുമ്പോൾ എങ്ങനെ, 8 + 3 അല്ലേ, 8 + 3 11. സോ 11 അല്ലേ ഇത്, 1 2 4 8. സോ 11ൻ്റെ റിപ്രസെൻറ്റേഷനാണിത്. So now this is the XS3 representation. XS3 representation of 37 and 28. ഇനി ഇത് ആഡ് ചെയ്യുക, നോർമൽ അഡിഷൻ, നോർമൽ ബൈനറി അഡിഷൻ. അപ്പോൾ 0 + 1 1, 1 + 1 0, carry is 1. So 1 + 0 + 0 1, and again 1 + 1 0, and ഇവിടെ ഒരു ക്യാരി ഔട്ട് വരുന്നുണ്ട്, അപ്പോൾ ഈ ക്യാരി ഔട്ട് നെക്സ്റ്റ് ഗ്രൂപ്പിൻ്റെ കൂടെ ആഡ് ചെയ്യണം, നോർമൽ ബൈനറി അഡിഷൻ പോലെ തന്നെ. സോ 1 + 1 വീണ്ടും അല്ലേ, 1 + 1 0, ക്യാരി നെക്സ്റ്റ് ബില്ലിലോട്ട് മൂവ് ചെയ്യുന്നു. 1 + 1 again 0, again there is a carry, again 1 + 1 + 1, that is 1, carry will be 1. So 1 + 0 + 0 1. അപ്പോൾ നമുക്ക് ലഭിച്ച ആൻസർ 1 1 0 0 0 1 0 1. അപ്പോൾ ഇവിടെ ഈ ആൻസർ നമ്മൾ കറക്ഷൻ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് കറക്ഷൻ ചെയ്യുന്നത്? ഈ റൂൾ അപ്ലൈ ചെയ്യുക. സോ ഇഫ് ദർ ഈസ് നോ ക്യാരി ഔട്ട് ഫ്രം എനി ഗ്രൂപ്പ്, സബ്ട്രാക്ട് 0 0 1 1. ഇഫ് ദർ ഈസ് എ ക്യാരി ഔട്ട്, ആഡ് 0 0 1 1. അപ്പോൾ ദിസ് ഈസ് യുവർ ഫസ്റ്റ് ഗ്രൂപ്പ്, ദിസ് ഈസ് യുവർ സെക്കൻഡ് ഗ്രൂപ്പ്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്നും ഒരു ക്യാരി ഔട്ട് നമുക്ക് ലഭിച്ചായിരുന്നു, ഇവിടെ ഒരു ക്യാരി ഔട്ട് വന്നായിരുന്നു. ആ ക്യാരി ഔട്ട് ആണല്ലോ നമ്മൾ നെക്സ്റ്റ് ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. സോ ഹിയർ ദർ ഈസ് എ ക്യാരി ഔട്ട് ഈ ഗ്രൂപ്പിൽ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? 0 0 1 1 ആഡ് ചെയ്യണം. ആൻഡ് ഈ ഗ്രൂപ്പിൽ നിന്നും ക്യാരി ഔട്ട് ഇല്ല, നമുക്കൊരു ക്യാരി ഔട്ടും ലഭിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് 0 0 1 1 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം. 1 + 1 0, ഹിയർ ഇറ്റ് ഈസ് 1, again 1 + 1
0 1 carry is 1 again 1 plus 1 0 carry next ബിറ്റിലോട്ട് 1 plus 0 1 ആൻഡ് ഇവിടെ ചെയ്യേണ്ടത് സബ്ട്രാക്ഷൻ ആണ് ബിക്കോസ് സിൻസ് ദർ ഈസ് നോ ക്യാരി ഔട്ട് നമ്മുടെ കറക്ഷൻ എന്ന് പറയുന്നത് 0 0 1 1 യൂസ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യാം 0 minus 1 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബോറോ നോക്കുക നെക്സ്റ്റ് ബിറ്റ് വീണ്ടും 0 ആണ് അവിടെ നിന്ന് ബോറോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നെക്സ്റ്റ് ബിറ്റിലോട്ട് പോവുക അവിടെ 1 ആണ് അവിടെ നിന്ന് ഒരു ബിറ്റ് ബോറോ ചെയ്യുക. സോ ദാറ്റ് ബിറ്റ് വിൽ ബിക്കം 0. ഇത് ഇങ്ങോട്ട് ബോറോ ചെയ്യുമ്പോൾ ഇവിടെ 1 0 ആവുന്നു 0 വിൽ ബിക്കം 1 0 എന്നിട്ട് 1 0യിൽ നിന്നും ഒരു 1 ബോറോ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇത് ബാലൻസ് 1 ആവുന്നു ഇവിടെ 1 0 ആവുന്നു. അപ്പോൾ സബ്ട്രാക്ഷൻ പ്രൊസീജിയർ നമ്മൾ ഓൾറെഡി പല വീഡിയോസ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇനി സബ്ട്രാക്ട് ചെയ്യുക 1 0 minus 1 1 ഇവിടെ ഇപ്പോൾ 1 ആണല്ലോ. സോ 1 minus 1 0 0 minus 0 0 1 minus 0 1. So this is your answer in XS3. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ ആൻസറും XS3 ഫോർമാറ്റിലാണ്. അപ്പോൾ ഇതിൻ്റെ ഡെസിമൽ വാല്യൂ എന്താണ് 1001 എന്ന് പറയുമ്പോൾ 1001 ഈസ് ആക്ച്വലി 6 അല്ലേ 1001 ഈസ് 6. സോ ദിസ് ഈസ് 6 ആൻഡ് 1000 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 5. അപ്പോൾ 65 ഇൻ ഡെസിമൽ. അപ്പോൾ 37 plus 28 that is nothing but 65. നമ്മുടെ ആൻസറും കറക്റ്റാണ്. സോ ദിസ് ഈസ് ഹൗ വി വിൽ പെർഫോം XS3 അഡിഷൻ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് 247.6 പ്ലസ് 359.4 ഇൻ XS3 കോഡ്. അപ്പോൾ 247.6 359.4. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ XS3 റിപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ 247.6 ഇതിൻ്റെ XS3 റിപ്രസെൻറ്റേഷൻ ആദ്യം 2വിൻ്റെ XS3 റിപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. സോ 2 അതിൻ്റെ കൂടെ പ്ലസ് 3 ആഡ് ചെയ്യുക. 2 plus 3 is 5. സോ ദാറ്റ് ഈസ് 0 1 0 1. അതുപോലെ 4 plus 3 7 ആണ്. സോ 0 1 1 1. അതുപോലെ 7 plus 3 10 ആണ്. സോ ദാറ്റ് ഈസ് 1010.6. 6 plus 3 is 9. ദാറ്റ് ഈസ് 1001. അപ്പോൾ 359.4 അതിൻ്റെയും XS3 റിപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ 3യുടെ XS3 0 0 1 1 0. അതായത് 3 എന്ന് പറയുമ്പോൾ 3 plus 3 is 6. സോ 6ൻ്റെ റിപ്രസെൻറ്റേഷൻ ദാറ്റ് ഈസ് ദ XS3 ഫോർ ഡിജിറ്റ് 3. 5ൻ്റെ XS3 എന്ന് പറയുന്ന 8ൻ്റെ റിപ്രസെൻറ്റേഷനാണ്. 9ൻ്റെ XS3 എന്ന് പറയുന്നത് 9 plus 3 12 ആണല്ലോ. സോ 12ൻ്റെ റിപ്രസെൻറ്റേഷൻ 0.4 ലാസ്റ്റ് ഡിജിറ്റ് ഈസ് 4. അപ്പോൾ 4 plus 3 7 ആണ്. സോ 0 1 1 1. സോ രണ്ട് നമ്പേഴ്സും XS3യിൽ റിപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോവാന്ന് നോർമൽ ബൈനറി അഡീഷൻ ചെയ്യുക. സോ 1 plus 1 0 carry 1 1 plus 1 again 0 carry 1 1 plus 1 again 0 carry 1 1 plus 1 again 0 and there is a carry. ഒരു ക്യാരി വരുന്നു ക്യാരി ഔട്ട് വരുന്നു. അത് നെക്സ്റ്റ് ഗ്രൂപ്പിലോട്ട് നമ്മൾ മൂവ് ചെയ്യുന്നു. 1 ഇതവിടെ ആഡ് ചെയ്യണം. അപ്പോൾ 1 plus 0 again 1 1 plus 0 1 0 plus 1 1 again 1 plus 1 0 ആൻഡ് ക്യാരി വീണ്ടും അവിടെ ആ ഗ്രൂപ്പിൽ നിന്നും ഒരു ക്യാരി ഔട്ട് വരുന്നു. അത് നെക്സ്റ്റ് ബിറ്റിലോട്ട് മൂവ് ചെയ്യണം നെക്സ്റ്റ് ഗ്രൂപ്പിലോട്ട് മൂവ് ചെയ്യണം. സോ again 1 plus 1 ഇവിടെ 0 ക്യാരി ഉണ്ടല്ലോ. സോ 1 plus 1 0 again എ ക്യാരി 1 plus 1 0 വീണ്ടും ക്യാരി 1 plus 1 0 വീണ്ടും ഒരു ക്യാരി ഔട്ട് വരുന്നു. അതും നെക്സ്റ്റ് ഗ്രൂപ്പിലോട്ട് മൂവ് ചെയ്യുക അവിടെ ആഡ് ചെയ്യുക. 1 plus 1 0 1 is the carry 1 plus 1 again 0 you have a carry 1 plus 1 plus 1 1 carry is 1 1 plus 0 plus 0 1. ഇവിടെ ക്യാരി ഇല്ല. there is no carry out. അപ്പോൾ ഈ ആൻസർ ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ കറക്ഷൻ ചെയ്യണം. XS3 കറക്ഷൻ എന്താ ചെയ്യേണ്ടത്? ഇഫ് ദർ ഈസ് എ ക്യാരി ഔട്ട് ഫ്രം എനി ഗ്രൂപ്പ് അവിടെ 0 0 1 1 ആഡ് ചെയ്യുക. ക്യാരി ഔട്ട് ഇല്ലെങ്കിൽ 0 0 1 1 സബ്ട്രാക്ട് ചെയ്യുക.
അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് ത്രീ ഗ്രൂപ്പ്സിലും വി ഹാഡ് എ ക്യാരി ഔട്ട്. ഇവിടെ നിന്നൊരു ക്യാരി ഔട്ട് ഉണ്ടായിരുന്നു, ഇവിടെയും ക്യാരി ഔട്ട് ഉണ്ടായിരുന്നു, ഇവിടെയും അതുപോലെ ആയിരുന്നു. അപ്പോൾ അവിടെ 0 0 1 1 ആഡ് ചെയ്യുക. ഈ ലാസ്റ്റ് ഗ്രൂപ്പ് 1 1 0 0 ഇവിടെ വി ഡോണ്ട് ഹാവ് എ ക്യാരി ഔട്ട്. അപ്പോൾ അവിടെ 0 0 1 1 സബ്ട്രാക്ട് ചെയ്യുക. സോ 0 0 1 1 ഇവിടെ ആഡ് ചെയ്യുക, 0 0 1 1 ഇവിടെയും ആഡ് ചെയ്യുക, 0 0 1 1 ഇവിടെയും ആഡ് ചെയ്യുക, ഇവിടെ 0 0 1 1 സബ്ട്രാക്ട് ചെയ്യുക. നമുക്ക് ആഡ് ചെയ്യാം. 0 + 1 1 0 + 1 1 0 0 ആൻഡ് ഇവിടെ 1 + 1 0 ക്യാരി 1 1 + 1 + 1 1 1 1 ക്യാരിയാണ്. സോ 1 + 1 0 ക്യാരി ഔട്ട് 1 1 + 0 1. ഇനി ഈ ഗ്രൂപ്പ് ആഡ് ചെയ്യാം. 0 + 1 1 0 + 1 1 0 0. ഈ ലാസ്റ്റ് ഗ്രൂപ്പ് നമ്മൾ സബ്ട്രാക്ഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ 0 - 1 ഇവിടെ ബോറോ ചെയ്യണം. 0 - 1 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. സോ ബോറോ പ്രീവിയസ് ബിറ്റിൽ നിന്ന് ബോറോ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു 1 അവൈലബിൾ ആണ്. ഈ 1ൽ നിന്നും ബോറോ ചെയ്യുമ്പോൾ ഇത് 0 ആവുന്നു. ഇവിടെ ഇറ്റ് ബിക്കംസ് 1 0. സോ ഇവിടെ ഇറ്റ് ബിക്കംസ് 1 0. സോ ഇതിൽ നിന്നും വീണ്ടും 1 ബോറോ ചെയ്യുന്നു. അപ്പോൾ റിമൈനിങ് 1 ആൻഡ് ദിസ് ബിക്കംസ് 1 0. അപ്പോൾ 1 0 - 1 1 1 - 1 0 0 - 0 0 1 - 0 1. So this is your final answer and that will be in x3 format. വേണമെങ്കിൽ ഇതിൻ്റെ ഈ ആൻസർ ചെക്ക് ചെയ്യാം. ഇപ്പോൾ 1 0 0 1 1 0 0 1 എന്ന് പറയുമ്പോൾ 1 0 0 1 this is 1 0 0 1 that is nothing but 6, that is the decimal digit 6. അപ്പോൾ ദിസ് ഈസ് 6. അപ്പോൾ അതുപോലെ 0 0 1 1 എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? വേണമെന്ന് കൺഫേം ചെയ്തേക്കാം. 0 0 1 1 0 0 1 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ 0 ആണ്. അപ്പോൾ അതുപോലെ 1 0 1 0 1 0 1 0 ഈസ് 7 പോയിൻറ്റ് അഗെയിൻ 0 0 1 1 എന്ന് പറയുമ്പോൾ 0. അപ്പോൾ നമ്മുടെ ആൻസർ 607.0 ദാറ്റ് ഈസ് 607 ഇൻ ഡെസിമൽ. ശരിയല്ലേ? 247.6 + 359.4 നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ യു വിൽ ഗെറ്റ് 607 ഇൻ ഡെസിമൽ. അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ XS3 യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ XS3 രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് XS3 കോഡ് ജനറേറ്റ് ചെയ്യാൻ. XS3 കോഡ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആ ഡിജിറ്റിൻ്റെ നോർമൽ 8421 BCD റിപ്രസെൻറ്റേഷൻ്റെ കൂടെ +3 ആഡ് ചെയ്യുക. +3 ആഡ് ചെയ്തിട്ട് ബൈനറിയിൽ റിപ്രസെൻറ്റ് ചെയ്യുക. ദാറ്റ് വിൽ ബി ദ XS3 റിപ്രസെൻറ്റേഷൻ ഓഫ് എനി ഡിജിറ്റ്. പിന്നെ XS3 XS3 എന്ന് പറയുന്നത് നോൺ വെയ്റ്റഡ് ആണെന്നും സെൽഫ് കോംപ്ലിമെൻറ്റിംഗ് കോഡാണെന്നും സീക്വൻഷ്യൽ കോഡാണെന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. പിന്നെ XS3 അഡിഷൻ. അപ്പോൾ അഡിഷൻ ചെയ്യുമ്പോൾ നോർമൽ ബൈനറി അഡിഷൻ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ക്യാരി ഔട്ട് ജനറേറ്റ് ആവുന്നില്ലെങ്കിൽ അവിടെ കറക്ഷൻ ചെയ്യണം. 0 0 1 1 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. ആൻഡ് ഇഫ് ദർ ഈസ് എ ക്യാരി ഔട്ട് അവിടെ കറക്ഷൻ എന്ന് പറയുന്നത് 0 0 1 1 യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യണം. Now XS3 സബ്ട്രാക്ഷൻ. അപ്പോൾ XS3 സബ്ട്രാക്ഷൻ ആദ്യം ചെയ്യേണ്ടത് ഗിവൺ നമ്പേഴ്സിനെ XS3 റിപ്രസെൻറ്റ് ചെയ്യുക. എന്നിട്ട് നോർമൽ ബൈനറി സബ്ട്രാക്ഷൻ തന്നെ ചെയ്യുക. നോർമൽ ബൈനറി സബ്ട്രാക്ഷൻ. അവിടെ ബോറോ ഒരു ഗ്രൂപ്പിൽ നിന്നും വേറൊരു ഗ്രൂപ്പിലോട്ട് ബോറോ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സോ ഇഫ് ദർ ഈസ് നോ ബോറോ ഫ്രം ദ നെക്സ്റ്റ് ഗ്രൂപ്പിനുള്ളിൽ ബോറോ ആവാം. ബട്ട് ഇഫ് ദർ ഈസ് നോ ബോറോ ഫ്രം ദ നെക്സ്റ്റ് ഗ്രൂപ്പ് അവിടെ 0 0 1 1 ആഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇഫ് ദർ ഈസ് എ ബോറോ ഫ്രം ദ നെക്സ്റ്റ് ഗ്രൂപ്പ് അവിടെ 0 0 1 1 സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. സോ ഇപ്പോൾ 57 - 27. അപ്പോൾ 57 27. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് 57ൻ്റെയും 27ൻ്റെയും XS3 റിപ്രസെൻറ്റേഷൻ എഴുതുക. 57 എന്ന് പറയുമ്പോൾ 5 എന്തുവാ 5 + 3 8 ആണ്. സോ ദാറ്റ് വിൽ ബി 1 0 0 0. അതാണ് 5ൻ്റെ XS3 റിപ്രസെൻറ്റേഷൻ. ആൻഡ് 7 എന്ന് പറയുമ്പോൾ 7 + 3 10 ആണ്. സോ ദാറ്റ് ഈസ് 1 0 1 0. ദെൻ 27 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 0 1 0 1 അല്ലേ? 2 + 3 5 ആണല്ലോ. പിന്നെ 7ൻ്റെ റിപ്രസെൻറ്റേഷൻ 1 0 1 0. So now you have written the XS3 representation of 57 and 27.
ഇനി ഇത് സബ്ട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ സബ്ട്രാക്ഷൻ നമുക്കറിയാം, നോർമൽ ബൈനറി സബ്ട്രാക്ഷൻ. സോ 0 - 0 0, 1 - 1 0, 0 - 0 0, 1 - 1 0. അപ്പോൾ ഇവിടെ ബോറോ ഒന്നും നമ്മൾ എടുക്കുന്നില്ല, നെക്സ്റ്റ് ഗ്രൂപ്പിൽ നിന്നും ബോറോ ഒന്നും വരുന്നില്ല, അത് ശ്രദ്ധിക്കുക. ഇനി ഈ ഗ്രൂപ്പ് സബ്ട്രാക്റ്റ് ചെയ്യുക. ഇവിടെ 0 - 1 സബ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ നെക്സ്റ്റ് ബിറ്റിൽ നിന്നും നോക്കണം, അവിടെ നിന്ന് ബോറോ ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു 1 അവൈലബിൾ ആണ്, ഇവിടെ നിന്ന് ഒരു 1 ബോറോ ചെയ്യുന്നു. ബോറോ ചെയ്യുമ്പോൾ ഇവിടെ 0 ആവുന്നു, ഇവിടെ 1 0 ആവുന്നു. വീണ്ടും ഒരു 1 ഇവിടെ നിന്ന് ബോറോ ചെയ്യുന്നു. അപ്പോൾ 1 0ൽ നിന്നും 1 ബോറോ ചെയ്യുമ്പോൾ ദിസ് ബിറ്റ് വിൽ ബിക്കം 1 0 ആൻഡ് പ്രീവിയസ് ബിറ്റ് റിമൈനിങ് അവിടെ 1 ആണ്. ഇനി ഈ 1 0ൽ നിന്നും ഒരു 1 ബോറോ ചെയ്യുന്നു, അപ്പോൾ ഈ ബിറ്റ് 1 0 ആവുന്നു, ഇവിടെ റിമൈനിങ് 1 ആണ്. അപ്പോൾ 1 0 - 1 1, സോ 1 - 0 1 - 0 1, ഇവിടെ 1 ആണല്ലോ. 1 - 1 0 ആൻഡ് 0 - 0 0. ഇവിടെയും വേറെ ബോറോ ഒന്നും വരുന്നില്ല. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പ്സും നമ്മൾ സബ്ട്രാക്ട് ചെയ്തപ്പോൾ ബോറോ ഒന്നും ഉണ്ടായിരുന്നില്ല, നെക്സ്റ്റ് ഗ്രൂപ്പിൽ നിന്നും ബോറോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കറക്ഷൻ എന്ന് പറയുന്നത്, ഇഫ് ദർ ഈസ് നോ ബോറോ ആഡ് 0 0 1 1 ടു ദ ഗ്രൂപ്പ്. ബോറോ ഇല്ലെങ്കിൽ 0 0 1 1 കൊണ്ട് ആഡ് ചെയ്യണം. സോ 0 0 1 1 ഇവിടെ ആഡ് ചെയ്യുന്നു, അതുപോലെ 0 0 1 1 ഇവിടെയും നമ്മൾ ആഡ് ചെയ്യുന്നു. ഇവിടെ ആഡ് ചെയ്യാം 0 + 1 1, 0 + 1 1 0 0. ഈ ഗ്രൂപ്പ് ആഡ് ചെയ്യാം 1 + 1 0 carry is 1, 1 + 1 + 1 1 carry is 1. So 1 + 0 + 0 1 and this is 0. So 0 1 1 0 0 0 1 1. ഈ ആൻസർ ശ്രദ്ധിക്കുക, ഈ ആൻസർ XS3 ഫോർമാറ്റിലായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 0 1 1 0 എന്ന് പറയുമ്പോൾ 0 1 1 0 0 1 1 0 is 3, is it? 0 1 1 0 എന്ന് പറയുമ്പോൾ ഡെസിമൽ വാല്യൂ is 3. Sorry. So 0 1 1 0 decimal value 3, 0 0 1 1 decimal value 0 ആണ്. So this is 30 in decimal. അല്ലേ, 57 + 27, that is nothing but 30. അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റാണ്. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. സബ്ട്രാക്ഷൻ 267 - 125. അപ്പോൾ പഴയതുപോലെ തന്നെ ആദ്യം നമ്പേഴ്സ് XS3യിൽ റിപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ 267 എന്ന് പറയുമ്പോൾ ആദ്യം 2ൻ്റെ XS3 ഇറ്റ് ഈസ് 0 1 0 1 അല്ലേ. 2 + 3 5 ആണ്, 5ൻ്റെ റിപ്രസെൻറ്റേഷൻ. അപ്പോൾ 6 എന്ന് പറയുമ്പോൾ 6 + 3 9 ആണല്ലോ. സോ 1 0 0 1 ആൻഡ് 7 + 3 10, ദാറ്റ് ഈസ് 1 0 1 0. ഇനി 175ൻ്റെ XS3 റിപ്രസെൻറ്റേഷൻ 0 1 0 0 7 + 3 10, so 1 0 1 0 and 5 + 3 8. അപ്പോൾ that will be the XS3 representation. അപ്പോൾ XS3 representation of both numbers. ഇനി സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ഷൻ നോർമൽ ബൈനറി സബ്ട്രാക്ഷൻ തന്നെ. അപ്പോൾ 0 - 0 0, 1 - 0 1, 0 - 0 0, 1 - 1 0. അപ്പോൾ ഇവിടെ ബോറോ ഒന്നും വരുന്നില്ല, അതൊന്ന് ശ്രദ്ധിക്കുക. ആൻഡ് നെക്സ്റ്റ് ഗ്രൂപ്പിലോട്ട് വരാം. ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 - 0 1. സോ ഇവിടെ 0 - 1 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ ബോറോ ചെയ്യുന്നു. ഈ 1ൽ നിന്നും ബോറോ ചെയ്യാം. ഇവിടെ ബോറോ ചെയ്യുമ്പോൾ ദിസ് ബിക്കംസ് 0, ഇത് 1 0 ആവുന്നു. ഇനി ഇതിൽ നിന്നും ഒരു 1 ബോറോ ചെയ്യുമ്പോൾ ഇവിടെ റിമൈനിങ് 1, ഇവിടെ 1 0 ആവുന്നു. അപ്പോൾ 1 0 - 1 ഈസ് 1, 1 - 0 ഇറ്റ് ഈസ് 1. ഇവിടെ വീണ്ടും 0 ആണ്. 0 - 1 അഗെയിൻ പോസിബിൾ അല്ല. അപ്പോൾ നെക്സ്റ്റ് ഗ്രൂപ്പിൽ പ്രീവിയസ് ഗ്രൂപ്പിൽ നിന്നും ഒരു 1 നമ്മൾ ബോറോ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇത് 1 0 ആവുന്നു, ഇവിടെ ബാലൻസ് 0 ആവുന്നു. അപ്പോൾ 1 0 - 1 ഇറ്റ് ഈസ് 1. അപ്പോൾ ഇവിടെ നമ്മൾ അതർ ഗ്രൂപ്പിൽ നിന്നും ഒരു ബിറ്റ് ബോറോ ചെയ്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. ദെൻ ഈ ഗ്രൂപ്പ് സബ്ട്രാക്ട് ചെയ്യാം. 0 - 0 0, 0 - 0 0, 1 - 1 0, 0 - 0 0. ഇവിടെ വേറെ ബോറോ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ റൂൾ എന്താണ്? ഇഫ് ദർ ഈസ് നോ ബോറോ 0 0 1 1 ആഡ് ചെയ്യുക. ഇഫ് ദർ ഈസ് എ ബോറോ 0 0 1 1 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ദർ ഈസ് നോ ബോറോ ഫ്രം ദ നെക്സ്റ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ 0 0 1 1 ആഡ് ചെയ്യുക. ഇവിടെ ദർ വാസ് എ ബോറോ, നമ്മൾ നെക്സ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ഒരു ബോറോ എടുത്തായിരുന്നു. അപ്പോൾ 0 0 1 1 സബ്ട്രാക്ട് ചെയ്യുക.
ഇവിടെ വീണ്ടും ബോറോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ 0 0 1 1 ആഡ് ചെയ്യും. നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. അപ്പോൾ 0 + 1 1, 1 + 1 0, carry out is 1. So again 1 + 0 1, 0 + 0 0. So 0 1 0 1. ഇവിടെ 1 + 1 0, carry 1 ആണ്. 1 + 1 + 1 1 1, 1 + 1 0 1, 1 + 1 again 0. ഐ എം സോറി, ഇവിടെ നമ്മൾ സബ്ട്രാക്ഷനാണ് ചെയ്യേണ്ടത് അല്ലേ. ഇവിടെ നമ്മളൊരു ബോറോ എടുത്തായിരുന്നു. അപ്പോൾ 0 0 1 1 സബ്ട്രാക്ട് ചെയ്യാം. അഡീഷൻ അല്ല, ഇവിടെ സബ്ട്രാക്ട് ചെയ്യുക. എന്താണ് സബ്ട്രാക്ഷൻ? 1 - 1 0, 1 - 1 0, 1 - 1 0, 1 - 0 1 ആൻഡ് 1 - 0 1. ഈ ഗ്രൂപ്പിലോട്ട് വരാം. ഇവിടെ ബോറോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 0 1 1 ആഡ് ചെയ്യുന്നു. സോ 0 + 1 1, 0 + 1 1 0 0. അപ്പോൾ 0 0 1 1 1 1 0 0 0 1 0 1. ദിസ് ഈസ് യുവർ XS3 റിപ്രസെൻറ്റേഷൻ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇതിൻ്റെ ഡെസിമൽ എന്തായിരുന്നു നോക്കാം. ഇപ്പോൾ 0 0 1 1ൻ്റെ ഡെസിമൽ 0 ആണ്. 1 1 0 0 ഡെസിമൽ 9 ആണ് അല്ലേ. വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. 1 1 0 0, that is nothing but 9. And 0 1 0 1, അത് 2 ആണ്. So your answer is 92 in decimal. So this is how we will implement XS3 subtraction. അപ്പോൾ XS3 കോഡ്സിൻ്റെ ഡിസ്കഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ബേസിക്കലി XS3 കോഡ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ഒരു ഡിജിറ്റിൻ്റെ 8421 കോഡ് +3, ദാറ്റ് വിൽ ഗീവ് യു ദ XS3 റിപ്രസെൻറ്റേഷൻ. പിന്നെ XS3 അഡിഷൻ സബ്ട്രാക്ഷൻ ആഡ് ചെയ്യുമ്പോൾ നോർമൽ അഡിഷൻ തന്നെ ആഡ് ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പിൽ നിന്ന് വേറൊരു ഗ്രൂപ്പിലോട്ട് നോ ക്യാരി ആണെങ്കിൽ 0 0 1 1 സബ്ട്രാക്ട് ചെയ്യുന്നു. ക്യാരി ഉണ്ടെങ്കിൽ 0 0 1 1 ആഡ് ചെയ്യുന്നു. ഈ കറക്ഷൻ അത്യാവശ്യം നമ്മൾ ചെയ്യണം. പിന്നെ XS3 സബ്ട്രാക്ഷൻ അവിടെ അതാണ് നോർമൽ ബൈനറി സബ്ട്രാക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. പ്രീവിയസ് ഗ്രൂപ്പിൽ നിന്നും നോ ബോറോ ആണെങ്കിൽ 0 0 1 1 ആഡ് ചെയ്യുന്നു. പ്രീവിയസ് ഗ്രൂപ്പിൽ നിന്നും ബോറോ വരികയാണെങ്കിൽ 0 0 1 1 സബ്ട്രാക്ട് ചെയ്യുന്നു. ഈ കറക്ഷനും നമ്മൾ ഫൈനലി ഇംപ്ലിമെൻറ്റ്